ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ നോമ്പ് തുറക്കുന്ന ടൈമിൽ കുടിക്കുന്നത് നന്നല്ല എന്നൊക്കെ പല വാർത്തകളിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നാരങ്ങ കൊണ്ട് ഇതുപോലൊരു ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ നല്ലൊന്ന് കൂളാവാനും നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 200 കാഷ്നട്ട്, ഒരു ചെറിയ നാരങ്ങ, ഒരു 5 ഏലക്ക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ 1-2 ഒക്കെ ആക്കിയിട്ട് ചുരുക്കാം. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി. ഇനി കാഷ്നട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് കുതിരാൻ വെക്കാം. ഇനി ചെയ്യേണ്ടത് തേങ്ങാപ്പാൽ എടുക്കലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഒരു കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വരാം. അങ്ങനെ തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു അരിപ്പയിലേക്ക് വെച്ചിട്ട് അതിൻ്റെ പാല് മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ തൊലി കളഞ്ഞിട്ട് കൊണ്ടുവരാം. അതുപോലെ ഏലക്ക ഒന്ന് ചതച്ചെടുക്കുക, ഇഞ്ചി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ചെറുനാരങ്ങയുടെ തോല കളഞ്ഞിട്ടുണ്ട്. തോല് ഒട്ടും ഇഞ്ചി പെടരുത്, അപ്പോൾ കയ്പ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയൊരു ചെറുനാരങ്ങ എടുത്താൽ മതി. അതുപോലെ ഏലക്ക ഞാൻ 5 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. ഇനി അതും കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുതിരാൻ വെച്ച കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കുക. കാഷ്നട്ട് കുതിർന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം കൂടി ഒന്ന് അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ അതും അടിച്ച് നല്ല അരഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്ക് അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ യോജിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അരമുറി തേങ്ങ, ഒരു 200 കാഷ്നട്ട്, ഒരു ചെറിയ നാരങ്ങ, പിന്നെ ഏലക്ക, ഇഞ്ചി. അപ്പോൾ അത് അരിച്ചെടുത്തതിൻ്റെ ചണ്ടി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് അതും അങ്ങനെ അതുപോലെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അതും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അത് നല്ലോണം പഞ്ചസാര നരിയുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മുടെ ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അധികം സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ലൈം തന്നെയാണ്. നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 4 ഗ്ലാസ്സിലോട്ടുള്ളതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം കട്ടിയൊക്കെ ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇനിയും വേണമെങ്കിൽ ഒരു വെള്ളം ചേർത്ത് കൊടുക്കാം, കൂടുതൽ വേണമെങ്കിൽ. അപ്പോൾ ഈ ഒരു ലൈം ജ്യൂസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.
ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾക്കിത് തണുപ്പ് വേണമെങ്കിൽ ഒരു ഐസ് ക്യൂബും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ.